ഓലയമ്പാടി മണികണ്ഠൻ. ഓലയമ്പാടി തറവാട്ടിൻ്റെ ഗജവീരന്മാരിൽ ഒരുവൻ. ഗജരാജൻ ഓലയമ്പാടി മണികണ്ഠൻ. സുന്ദരേശ്വര ഭഗവാന്റെയും കണ്ണൂരിൻ്റെയും സ്വന്തമായിരുന്നവൻ. തലയെടുപ്പ് കൊണ്ടും ആകാരഭംഗി കൊണ്ടും ഉത്സവപ്രേമികളുടെ സ്വന്തമായിരുന്നവൻ. അതുപോലെ വടക്കൻ കേരളത്തിലെ ആനപ്രേമികളുടെ മനസ്സ് കീഴടക്കിയവൻ. മലബാറിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും തിടമ്പേറ്റിയിരുന്ന ഗജവീരന്മാരിൽ ഒരുവനായിരുന്നു ഇവൻ. തൃശൂർ പൂരത്തിന് കണ്ണൂരിൻ്റെ കരുത്ത് കാണിച്ച ഗജവീരനായിരുന്നു മണികണ്ഠൻ. ഓലയാമ്പടിയിലെ ചോമ്പാളൻ അലിയുടെ മകൻ ഹാരിസിന്റെ ഉടമസ്ഥതയിലുള്ള 2 ആനകളിൽ ഒരുവൻ. പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യം പരിപാടികളും തടിപ്പണിയുമായി ആനപ്രേമികളുടെയും ആരാധകരുടെയും കണ്ണും ഹൃദയവും കീഴടക്കിയിരുന്ന കൊമ്പൻ കൂടിയായിരുന്നു. അളവും നിലവും ഒരുപോലെ ഒത്തിണങ്ങിയ ആനച്ചന്തം എന്ന വിശേഷണത്തിന് ഉടമ കൂടിയായിരുന്നു. എന്നാൽ ആനപ്രേമികളെ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് 2022 ഓഗസ്റ്റ് 19 ആ ഗജവിസ്മയം അസ്തമിച്ചു. ചെരിയുന്നതിന് മുൻപ് അസുഖത്തെ തുടർന്ന് കുറച്ച് ദിവസങ്ങൾ ചികിത്സയിലായിരുന്നു. ഏകദേശം 55 വയസ്സിനോടടുത്ത് പ്രായമുണ്ടായിരുന്നു ആ സമയം. ശാന്ത സ്വഭാവക്കാരനായ മണികണ്ഠൻ ഓലയമ്പാടി ഗ്രാമത്തിൻ്റെയും സ്വന്തമായിരുന്നവനായിരുന്നു. ആനക്കേരളത്തിൻ്റെയും ആനപ്രേമികളുടെയും എടുത്തു പറയേണ്ട ഒരു നഷ്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് മണികണ്ഠൻ്റെ വിയോഗം. ഒരു നാടിൻ്റെ തന്നെ അഭിമാനമായിരുന്നവനായിരുന്നു മണികണ്ഠൻ. നിരവധി വർഷങ്ങളായി നാടിൻ്റെ എല്ലാമായി അറിയപ്പെട്ടിരുന്ന ഗജവീരനെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആനപ്രേമികൾ ഓലയമ്പാടിയിലേക്ക് എത്തിയിരുന്നു. ജനങ്ങളോട് അടുത്തിടപഴകുന്ന മണികണ്ഠനെ ഒരു കയർ പോലുമില്ലാതെ കൂട്ടി നടക്കുവാൻ കഴിയുമെന്നാണ് ഹാരിസും സഹോദരൻ അബൂട്ടിയും പറയുന്നത്. മണികണ്ഠന് ഭക്ഷണം നൽകുന്നതിനും കുളിപ്പിക്കുന്നതിനും ഒപ്പം നിൽക്കുന്ന ഹാരിസിന്റെ മകൾ ഹിബയും പൊട്ടിക്കരയുന്ന കാഴ്ച നാട്ടുകാരെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഹാരിസിന്റെ വീട്ടുവളപ്പിൽ മണികണ്ഠനെ സംസ്കരിച്ചത്. ഓലയമ്പാടി തറവാട്ടിനും ആനപ്രേമികൾക്കും എന്നും ഒരു തീരാനഷ്ടമായി തന്നെ മണികണ്ഠന്റെ വിയോഗം തുടരുന്നു.